ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ആർ സി എന്ന് പറഞ്ഞാൽ ഹൊബാവോ ഹൈപ്പർ എസ് സി എന്ന് പറഞ്ഞൊരു 1/8 സ്കെയിൽ റേസ് ബഗ്ഗിയാണ്. ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. റിമോട്ടിന് മാത്രം ഏകദേശം ഒരു 7500 അടുത്ത് റിമോട്ടിന് വരുന്നുണ്ട്. റിമോട്ടിന് ഒരുപാട് സ്പെക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആർ സി കാറിന് ഏകദേശം 60,000 രൂപ അടുത്ത് ഇവിടെ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും വരുന്നുണ്ട്. ഇത് റേസ് പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നൊരു ആർ സി ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാം. ഗൈസ്, ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 90-95 കിലോമീറ്റർ സ്പീഡ് ഇതിന് കിട്ടുന്നുണ്ട്. ഈ ഒരു റോട്ടിൽ നമുക്ക് സ്ട്രെച്ചിൽ ഓടിക്കാൻ പറ്റത്തില്ല, കാരണം അതിനുള്ള ലെങ്ത് ഇല്ല റോഡിന്. അപ്പോൾ നമുക്ക് ഇവിടെ അത്രയൊന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ വീൽസ് ആണെങ്കിലും ബോഡി സ്ട്രക്ചർ ആണെങ്കിലും വിങ്സ് ആണെങ്കിലും എല്ലാം എന്താ പറയുക, ഭയങ്കര എയറോഡൈനാമിക് സെറ്റപ്പ് ആ ഒരു ഇതിലൊക്കെയാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ക ഒരു റേസ് ബഗ്ഗി ആണിത്. ഇതിൻ്റെ പെർഫോമൻസ് ഒന്നും ഒരു രക്ഷയില്ല. ട്രാക്കിലൊക്കെ ഇതിൻ്റെ വേറെ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹൊബാവോ ഹൈപ്പർ എസ് സി റേസ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ റേസിങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ട്രാക്കിൽ സംഭവം ഒരു രക്ഷയില്ലാത്തൊരു ആർ സി കാറാണ്. പിന്നെ ഇതിൻ്റെ റിമോട്ടിൻ്റെ സ്പെക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ RPM, ടോർക്ക്, പിന്നെ എന്താ പറയുക ABS അതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു റിമോട്ടാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. യെസ്, പറയൂ ഇതിനെക്കുറിച്ച്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയാൻ പറ. നമ്മുടെ ഈ ഇതെന്ന് പറഞ്ഞാൽ ഹൊബാവോയുടെ ഹൈപ്പർ SSC എന്ന് പറഞ്ഞ മോഡലാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിറ്റർ ഫ്ലൈസ്കേഡ് FS GT5 ആണ്. അതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ തീരെ ലാറ്റൻസി കുറവ്, അപ്പോൾ റെസ്പോൺസ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ റിമോട്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിമോട്ടാണത്. പിന്നെ നമ്മൾ ഈ ഹുഡ് അങ്ങോട്ട് പൊക്കി കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് 2000 kVൻ്റെ ഒരു മോട്ടറാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സവോക്സിൻ്റെ ഒരു 70 kV സെർവോയാണ്. പിന്നെ ഹോബിങ്ങിൻ്റെ തന്നെ റീബാൻഡ് ചെയ്ത് വരുന്ന ഒരു 100 ആംപിയർ ESC ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ഈ സാധനം മെയിനായിട്ട് യൂസ് ചെയ്യുന്ന റേസിന് വേണ്ടി മാത്രമുള്ളൊരു ഒരു കാറാണിത്. ഇതിൻ്റെ മെയിനായിട്ട് ഈ വിങ്സൊക്കെ പക്ക എയറോഡൈനാമിക് ആണ്. അത് നമ്മൾ ഈ ജമ്പൊക്കെ എടുക്കുമ്പോൾ സ്റ്റേബിളായിട്ട് കിട്ടാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പ്. പിന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണിക്കിൻ്റെ തന്നെ 4500 mAh 50C ബാറ്ററിയാണ്. പിന്നെ ഒന്നും മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഷാസി ബോട്ടം നമുക്ക് കാണാം. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഒരു ആമ ഇതിൻ്റെ തന്നെ. നമ്മൾ വണ്ടി പക്ക സ്റ്റേബിളായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വീലിൻ്റെ ക്യാമറ കാസ്റ്റർ എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും A to Z. പിന്നെ വീൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധാ ഹൊബാവിൻ്റെ സ്റ്റോക്ക് വീൽസാണ്. സ്റ്റോക്ക് വീൽസ് അത്യാവശ്യം ട്രാക്ഷൻ ഉണ്ട്, പക്ഷേ അത് മാറ്റേണ്ടി വരും പിന്നീട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പക്ക സ്റ്റേബിളായിരിക്കും. ട്രാക്കിൽ സെൻറ്റർ ഡിഫറൻഷ്യൽ ഉണ്ട്. നമ്മളിപ്പോൾ എന്താ പറയുക, ഓഫ് റോഡ് പർപ്പസിന് വേണ്ടി, ഓഫ് റോഡ് ട്രാക്കിന് വേണ്ടി മാത്രമുള്ളൊരു വണ്ടിയാണ് ഇത്. ഷോക്കൊക്കെ ഒരുപാട് ട്രാവൽ ഉണ്ടാവില്ല, പക്ഷേ ലിമിറ്റഡ് ട്രാവലാണ്, പക്ഷേ നല്ല സ്റ്റിഫായിരിക്കും. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്കിൽ നമുക്ക് മാക്സിമം സ്പീഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൊബാവോ റേസ് ബഗ്ഗി. ഓക്കെ, അപ്പോൾ എൻ്റെ റിമോട്ടിൻ്റെ സ്പെക്ക് എങ്ങനെയാണ്? റിമോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഗൈറുള്ള റിസീവറാണ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ മെയിൻ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിൽ കാണാം SVC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. SVC നമ്മൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ പഞ്ചിൽ വണ്ടി സ്ട്രൈറ്റ്, അതായത് നമ്മളിപ്പോൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ട്രാക്ഷൻ കുറവുള്ള സ്ഥലത്ത് ഇപ്പോൾ വണ്ടിയൊക്കെ ചെരിഞ്ഞു പോകാനൊക്കെ ഇതുണ്ട്, സ്കിഡായി പോകാനൊക്കെ ഫുൾ ത്രോട്ടിൽ ഫസ്റ്റ് ഇനീഷ്യലി കൊടുക്കുമ്പോൾ. ഇത് SVC ഉള്ളപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല, കാരണം വെച്ചാൽ ഗയറും ഉണ്ട്, അതിനകത്ത് ഗയറോ സെൻസർ അതിനെ സ്റ്റേബിളായിട്ട് കൊണ്ടെടുക്കും. പിന്നെ നമുക്കത് ഇപ്പോൾ ടേണിങ്ങിലൊക്കെ വരുമ്പോൾ ഗയറോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ട് ഒരു എഫക്ഷൻ ഉണ്ടാക്കും. അത് നമുക്ക് ഇതിൽ മാറ്റിയിടാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉള്ള റിമോട്ടാണ് ഇത്. ഇതിപ്പോൾ ABS ഉണ്ട്, പിന്നെ ഫെയിൽ സേഫ്, ക്രോളിങ്, എല്ലാം ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള റിമോട്ടാണ്. നമുക്കിപ്പോൾ വേറെ റിസീവർ ഉണ്ടെങ്കിൽ ഒരുപാട് മോഡൽസ് ആയിട്ട് ബൈൻഡ് ചെയ്യാനും പറ്റും. അപ്പം ഒരു റിമോട്ടിനെ നമുക്ക് ഒരുപാട് വണ്ടികൾക്ക് ഒരേ റിമോട്ടാണ് യൂസ് ചെയ്യാൻ പറ്റും. ഗൈസ്, അപ്പോൾ ഇതാണ് ഈ റിമോട്ടിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അതായത് കാറ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഇനീഷ്യല് ഫുൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാലും പാളാതെ സ്റ്റേബിളായിട്ട് വണ്ടി പോകും. അപ്പോൾ അതൊക്കെ ഈ റിമോട്ടിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്രേക്കിംഗ് ആണെങ്കിലും ABS സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആ റിമോട്ടിൻ്റെ അഡ്വാൻസ്ഡ്
ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം. അയ്യോ മറിഞ്ഞ് കണക്ഷൻ പോയാ. ഓ കൊണ്ടുവന്നേ. ഷോക്ക് ടവർ കിട്ടും. വേറെ ഇല്ല ഇവിടെ. പൊട്ടൂല, തട്ടും. കുഴപ്പമില്ല, ചെറിയ സ്ക്രാച്ച് മാർക്കർ വെച്ച് ടച്ച് കൊടുത്തു. സ്ക്രാച്ച് വിഷയം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരുപാട് കാറിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, RC ഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത ഒരു കാറായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.